പിന്നെ തൊട്ടുള്ള ഹദീസ് കാലബിൻ ഇസ്ഹാഖ, അത് പറച്ചില്ലെന്നുണ്ടല്ലോ. കാലബിൻ ഇസ്ഹാഖ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ തങ്ങൾ പറഞ്ഞു, ലമ്മാ കാനല്ലു മുസാബിഹു ദബഹൻ ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്. 7-ാം ദിവസം മുടി കളഞ്ഞതും ആക്കിയ കഥയാണ്. 7-ാം ദിവസം മുടി കളഞ്ഞ ആ കഥ ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞത് ഇബ്നു അബ്ദുൽ ബർ നോക്കിക്കോ. ഇബ്നു അബ്ദുൽ ബറിലും അതേമാതിരി ഉണ്ട്. ഇനി മങ്കൂസ് മൗലൂദിന്റെ മേലെ കയറണ്ട. ഇബ്നു ഇസ്ഹാഖിന്റെ പോരടോ. ഇബ്നു ഇസ്ഹാഖ് താബിയങ്ങളിൽപ്പെട്ട മഹാനല്ലേ. അള്ളാന്റെ റസൂലിനെ പറ്റി വന്ന എല്ലാ വ്യക്തിത്വം സംബന്ധിച്ച ഹദീസുകളുടെയും മഗാസി സംബന്ധിച്ച ഹദീസുകളുടെയും നബിന്റെ ചരിത്രവും സീറയും സംബന്ധിച്ച ഹദീസുകളുടെയും അവലംബം മാക്സിമം ചെന്നാൽ ഇബ്നു ഇസ്ഹാഖ് തങ്ങളാണ്. ഇബ്നു ഇസ്ഹാഖിന്റെ അപ്പുറത്ത് സീറ ഇതൊരു ഉറുവത്തുള്ളൂ. ഉറുവ, ആ ഉറുവന്റെ കൂടെയുള്ളത് പിന്നെ മൂസബിന് ഉഖബത്തുള്ളൂ. ആ മൂസബിന് ഉഖബത്ത് ഉറുവ പോലുള്ളവർ കഴിഞ്ഞാൽ ഇന്നത്തെ മുഴുവൻ സീറകളുടെയും അവലംബം ഇബ്നു ഇസ്ഹാഖ്. ആ ഇബ്നു ഇസ്ഹാഖ് പ്രസ്താവിച്ചു എന്ന് അങ്ങനെ തന്നെ ഇബ്നു അബ്ദുൽ ബർ നോക്കി. ഇബ്നു അബ്ദുൽ ബർ ബയാൻ ചെയ്ത ഹദീസാണത്. അതാണ് മങ്കൂസ് മൗലൂദിലുള്ളത്. പിന്നെ എന്താ അത് കഴിഞ്ഞാൽ ഖാല അലി ഇബ്നു സെയ്ദ് അല്ലേ. ഖാല അലി ഇബ്നു സെയ്ദ് പറഞ്ഞാലുള്ളൂ. ഖാല അലി ഇബ്നു സെയ്ദ് എന്നറിഞ്ഞോടുകൂടെ തീർന്നു. അലി ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന ആള് താബിഈങ്ങളിൽപ്പെട്ട മഹാനാണെന്നും അദ്ദേഹം ആരാണെന്നും തക്രീബ് തഹ്രീബ് നോക്കി. അലി ഇബ്നു സെയ്ദ്, ഈ അലി ഇബ്നു സെയ്ദ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം പറഞ്ഞു തന്നെ എന്താ വിഷയം? കാനയിലാ ജാനബി റജുലുൻ സിമ്മിയും, എൻ്റെ അലോകക്കാരനൊരു മുസ്ലിമായ ആൾ വാർത്തിയിരുന്നു. അഹ്ലി കിതാബിക്കാരനായ മുസ്ലിം എൻ്റെ അലോകത്ത് വാർത്തിയിരുന്നു. ഞാൻ മൗലൂദ് വെച്ചുമ്പോഴൊക്കെ അയാൾ എന്നെ പരിഹസിക്കും. അങ്ങനെ മൗലൂദിന് കൂടിയിട്ട് അയാൾ കിനാ കണ്ടു റസൂലുള്ളാനെ, ഞാനും കിനാ കണ്ടു റസൂലുള്ളാനെ. അയാൾ റസൂലുള്ളാനെ കിനാ കണ്ട് തങ്ങളെ കയ്യ് മുത്താൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ ദീനിന്റെ മേലിലല്ലാതെ എൻ്റെ മൗലൂദ് കഴിക്കണോ അല്ലെ ആക്ഷേപിക്കുന്ന നീ എൻ്റെ കയ്യ് മുത്താൻ പറ്റാന്ന് തങ്ങൾ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് വലിയ സംഗതിയായിപ്പോയി. പിന്നീട് പിന്നെ കണ്ടിട്ട് അയാൾ വിശ്വസിച്ചു വരുന്നത്, അയാളെ ഭാര്യയും വിശ്വസിച്ചു, അയാളുടെ കുടുംബവും വിശ്വസിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കഥ. ഇതൊരു സംഭവ കഥ. അലി ഇബ്നു സെയ്ദിന്റെ ഒരു അനുഭവ കഥ. അലി ഇബ്നു സെയ്ദ് എന്ന് പറഞ്ഞ ഒരാൾ ചരിത്രത്തിൽ ഇല്ലെങ്കിലല്ലേ ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടുള്ളൂ. അലി ഇബ്നു സെയ്ദ് എന്ന് പറഞ്ഞ ഒരാൾ ചരിത്രത്തിൽ ഇല്ലെങ്കിൽ, അലി ഇബ്നു സെയ്ദ് എന്ന ആൾ താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് അനുഭവ കഥകൾ വിവരിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പലതും സീറകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അലി ഇബ്നു സെയ്ദ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കഥ വിവരിച്ചപ്പോൾ റസൂലുള്ളാന്റെ മൗലിദിൽ കൂടിയതിന്റെ പേരിൽ ഒരാൾ മുസ്ലിമായതും അങ്ങനെ മുസ്ലിമാകാൻ വേണ്ടിയിട്ട് ഇടയാക്കിയതുമായ മൗലിദിന്റെ സംഭവവും പറഞ്ഞ് മങ്കൂസ് മൗലിദുകാരൻ തന്റെ മൗലിദ് അവസാനിപ്പിച്ചു. പിന്നെ കൊടുത്ത ബെയ്ത്ത് അഹ്യാ റബീ അൽ ഖൽബി എന്നത് അപ്പാടെ, ഇനി അതിൽ എന്ത് ഇസ്തിഹാസം ഉണ്ടെങ്കിലും ആ ബെയ്ത്ത് അപ്പാടെ വസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ബെയ്ത്താണ്. ഇമാം വസ്സാലിയുടെ ബെയ്ത്ത്. ഇമാം വസ്സാലിയുടെ ബെയ്ത്തിലെ യാ സയ്യിദ സാദാത്തി എന്ന ഭാഗം ഇമാം അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിൽ നിന്നും അവസാനം ഉദ്ധരിച്ചിട്ടുള്ള ഇഖ്തിബാസ് ചെയ്തിട്ടുള്ള വാക്യമാണ്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒന്നും മങ്കൂസ് മൗലിദിൽ വേറല്ല, മുൻഗാമികൾ പറയാത്ത, ഉദ്ധരിക്കുന്നവർ പറയാത്ത. ഇതാണ് മങ്കൂസ് മൗലിദ്.